Dears, yesterday we studied about environment, pollution. Environment and pollution, different types of pollution facing in our society. Okay, then we studied noise pollution, air pollution, water pollution, etc. പഠിച്ചില്ലേ? Yes. Okay. Next one, chemicals and rubbish pollute the land. They stay in the soil for many years. Organic crops are grown without chemicals. Thus, they keep the soil and the environment clean. Chemicals and rubbish pollute the land. Chemicals and rubbish land in pollute varnathu. They stay in the soil for many years. അതായത് ഈ കെമിക്കൽസ് റബ്ബിഷ് ഇതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങള് കാലാകാലങ്ങൾ കുറെ വർഷങ്ങൾ നമ്മുടെ മണ്ണിൽ നിൽക്കും. അതിനുശേഷം ആ മണ്ണിനെ എന്ത് ചെയ്യും? മണ്ണിനെ പൊല്യൂട്ട് ആക്കും, അതായത് മണ്ണിനെ മലിനമാക്കും. Then organic crops are grown without chemicals. Thus they keep the soil and the environment clean. അതായത് നമ്മൾ പറഞ്ഞത് നമുക്കറിയാം, നമ്മൾ പച്ചക്കറി നടുമ്പോഴായാലും എന്ത് കൃഷി നടത്തുന്ന സമയത്തും നമ്മൾ കെമിക്കൽസ് അതിൽ ചെയ്യാറുണ്ടല്ലേ. അതെന്താണ്? വളരെ മോശമാണ്. അപ്പൊ നമ്മൾക്ക് ഓർഗാനിക് ഫാമിങ്ങിന് എന്ത് വേണ്ട? we can cultivate organic crops without chemicals, അല്ലേ? yes. അങ്ങനെ നമ്മൾ ഓർഗാനിക് ഫാമിങ്ങിൽ പോവുക, കെമിക്കൽ ഇല്ലാതെ ഓർഗാനിക് ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിനെ ക്ലീൻ ആക്കാം, വിത്തൗട്ട് പൊല്യൂഷൻ ആക്കാം എന്നാണ് പറഞ്ഞത്. Appa rubbish and chemicals pollute our land. These chemicals and rubbish stay in the soil many years, and these rubbish and chemicals pollute our soil. So we can produce the organic crops without chemicals. Chemicals illade nammal endu cheyanam? Organic ക്രോപ്സ് ഉണ്ടാക്കണം. ഓർഗാനിക് ക്രോപ്സ് പറഞ്ഞാൽ എന്താ? ഓർഗാനിക് ക്രോപ്സ് എന്ന് പറഞ്ഞാല് അതായത് കെമിക്കൽ ഇല്ലാതെ നമ്മൾ ഇങ്ങനെ ചാണകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കൃഷി നടത്തുന്നില്ലേ, അല്ലെ? ഓർഗാനിക് ഫാമിങ്ങിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? കെമിക്കൽസ് ചേർക്കില്ല. We can produce crops without chemicals. That is organic farming. Farming without chemicals, that is organic farming. So we are following organic farming. അങ്ങനെ നമ്മൾ ഓർഗാനിക് ഫാമിംഗ് ഫോളോ ചെയ്യണം. നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? We don't use plastic, chemicals, then rubbish item, etc. Okay. Next paragraph. Trees absorb carbon dioxide and help to reduce pollution. They also cool the earth. So let us grow more trees. Trees absorb carbon dioxide and help to reduce pollution. Trees carbon dioxide ne absorb ചെയ്യും. അത് എന്തിനെ കുറയ്ക്കും? പൊല്യൂഷൻ കുറക്കുന്ന പറഞ്ഞത്. Then trees absorb carbon dioxide and help to reduce pollution. നമുക്കറിയാം ഫോട്ടോസിന്തസിസ്, അല്ലേ? ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ? Plants make their own food with the help of carbon dioxide, അല്ലേ? കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ച് സസ്യങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ്സ് ആഹാരം പാകം ചെയ്യുന്നതിനാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയാം. ഫോട്ടോസിന്തസിസ് is the process by which plants make their own food with the presence of carbon dioxide. Then these plants absorb carbon dioxide and reduce our pollution. മനസ്സിലായോ? കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ്സ് ഈ കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്യുമ്പോൾ പൊല്യൂഷൻ കുറഞ്ഞു കിട്ടും. They also cool the earth. അങ്ങനെ ഒരു പ്ലാന്റ്സ് അല്ലെങ്കിൽ ട്രീസ് ഒരുപാട് ഉണ്ടാവുമ്പോൾ നമുക്ക് നല്ല കൂൾ ആയിരിക്കും, നല്ല തണുപ്പുള്ള ഒരു അവസ്ഥയായിരിക്കില്ലേ? യെസ്. സോ ലെറ്റ് us grow more trees. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? Let us grow more trees. നമ്മൾ കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. അപ്പൊ മരങ്ങൾ കൂടുതൽ നട്ടുപിടിപ്പിക്കണം എന്ന് പറയാൻ കാരണം എന്താ മരങ്ങൾ കൂടുതൽ നടണം എന്ന് പറയാനുള്ള കാരണം? പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് റെഡ്യൂസ് പൊല്യൂഷൻ, അല്ലെ? കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്തിട്ട് പൊല്യൂഷനെ കുറക്കാനുള്ള കഴിവ് പ്ലാന്റ്സ് ഉണ്ട്. സോ ലെറ്റ് us grow more plants. Okay.
ഒരു മരം മുറിച്ച് കളയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. കാരണം ഈ പ്ലാന്റ്സിന് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യാനും പൊല്യൂഷൻ കുറക്കാനുമുള്ള കഴിവുണ്ട്. അങ്ങനെ അന്തരീക്ഷത്തിൽ തണുപ്പ് നിലനിർത്താൻ കഴിവുള്ളതാണ് ഏത് പ്ലാന്റ്സ്. അപ്പൊ കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാം. മനസ്സിലായോ? Then listen, I will repeat once more. I am going to repeat once more. All of you listen. ആദ്യം തൊട്ട് പറയാട്ടോ. നമ്മൾ പറഞ്ഞു environment. Environment means our surroundings. നമ്മുടെ സറൗണ്ടിങ്സിനെയാണ് നമ്മൾ environment എന്ന് പറയാ. ഈ environmentല് pollution അല്ലെ, day by day, each and every day our pollution is increasing അല്ലെ. Pollution is increasing day by day. ഓരോ ദിവസവും pollution കൂടിക്കൊണ്ടേയിരിക്കാം. Then different types of pollution are noise pollution, water pollution, air pollution, etc. അല്ലെ? വാട്ടർ, വെള്ളത്തിന് പൊല്യൂഷൻ, മലിനീകരണം സംഭവിക്കുന്നു. എയർ, വായുവിന് മലിനീകരണം സംഭവിക്കുന്നു. പിന്നെ നോയിസ്, സൗണ്ട്. Then example of air pollution. Example of air pollution എന്താ? Smoke coming from the factories, smoke coming from the vehicles അല്ലെ? വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക, ഫാക്ടറിയിൽ നിന്ന് വരുന്ന പുക, ഇതൊക്കെ എന്തിന് കാരണമാകുന്നു? എയർ പൊല്യൂഷന് കാരണമാകുന്നു അല്ലെ? വണ്ടിയൊക്കെ പഴയ വണ്ടിയൊക്കെ പോകുമ്പോ അതിലൊരു കറുത്ത പുക പോകും അല്ലെ? ആ പുക എന്തിന് കാരണമാകുന്നു? എയർ പൊല്യൂഷന് കാരണമാകുന്നു. അതുപോലെ ഫാക്ടറി, ഡിഫറെന്റ് ഫാക്ടറീസ് ആർ വർക്കിംഗ് in our state or working in many towns. Then this smoke is very injurious to our health. Okay, yes. Then smoke coming from the factories, smoke coming from the vehicles, etc. are the examples of air pollution. Okay. Then water pollution നമ്മൾ പറഞ്ഞു. എന്താ വാട്ടർ പൊല്യൂഷൻ? പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള വേസ്റ്റ് ഒക്കെ നമ്മൾ കൊണ്ടു തള്ളുന്നല്ലേ. പിന്നെ ടൗണുകളിൽ നിന്നൊക്കെ വരുന്ന ഓവുചാലുന്ന വെള്ളം നമ്മൾ നല്ല നദികളിലേക്കാണ് ഒഴുക്കി വിടുക. വലിയ വലിയ ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, വീടുകളിലെയും ഫാക്ടറികളിലും ഒക്കെ വെള്ളം നദികളിലേക്ക് തുറന്നു വിടും. ഇതെന്തിന് കാരണമാകും? വാട്ടർ പൊല്യൂഷന് കാരണമാകും. നമുക്കറിയാം, നമ്മൾ ഒരുപാട് എന്താ പറയാ, പാർക്കിലൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ കായലിലൂടെ ഒക്കെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, കായലിലൊക്കെ ബോട്ടിലൊക്കെ പോവുകയാണെങ്കിൽ കുപ്പിയും കാര്യങ്ങളും വേസ്റ്റ് ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലേ, കാണലില്ലേ? ഇങ്ങനെ ബോട്ടിലൊക്കെ പോയവർക്ക് അറിയാം, അവിടെ പോകുമ്പോ നമുക്ക് കാണാൻ സാധിക്കും. We can see many bottles are flowing through the water അല്ലേ? Yes, this is the example of water pollution. Last one, sound pollution അല്ലേ? വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിലൊക്കെ വരുന്ന ഈ പൊല്യൂഷൻ, സൗണ്ട് എന്തിന് കാരണമാകുന്നു? സൗണ്ട് പൊല്യൂഷന് കാരണമാകുന്നു. നമുക്കറിയാം, ഫാക്ടറീസ്, ഡിഫറെന്റ് ഫാക്ടറീസ് ആർ വർക്കിംഗ് ഇൻ മെനി ടൗൺസ്. ദീസ് sounds coming from the factory is the example of sound pollution. Okay, then we studied 3 types of pollution: noise pollution, water pollution, air pollution. Okay, അതിൽ പൊല്യൂഷൻ ഇല്ലാത്ത ഒരേ ഒരു ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് സൈക്ലിംഗ് ആണ്, അല്ലെങ്കിൽ ബൈസിക്കിൾ ആണ് അല്ലേ? the most pollution free form of transport is bicycle. ബൈസിക്കിൾ നമ്മൾ പറഞ്ഞു, ബൈസിക്കിൾ ഓടിക്കഴിഞ്ഞാൽ എന്തില്ല? നോയിസ് പൊല്യൂഷൻ ഇല്ല, എയർ പൊല്യൂഷൻ ഇല്ല, ഒന്നുമില്ല അല്ലേ? പിന്നെ സെക്കൻഡ് വൺ, പൊല്യൂട്ടഡ് എയർ മിക്സസ് വിത്ത് റെയിൻ ടു പ്രൊഡ്യൂസ് ആസിഡ് റെയിൻ. അങ്ങനെ ഈ എയർ പൊല്യൂഷനിൽ അന്തരീക്ഷത്തിൽ വന്ന എയർ എന്ത് ചെയ്യും? എയർ മിക്സസ് വിത്ത് റെയിൻ, മഴയുമായി മിക്സ് ചെയ്യുന്നു. പൊല്യൂട്ടഡ് എയർ മിക്സസ് വിത്ത് റെയിൻ ആൻഡ് പ്രൊഡ്യൂസ് ആസിഡ് റെയിൻ. ഓക്കെ, എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ പൊല്യൂട്ടഡ് എയർ മിക്സസ് വിത്ത് റെയിൻ, മഴ പെയ്യുമ്പോൾ അത് ഈ പൊല്യൂട്ടഡ് ആയി കിടക്കുന്ന എയർ നമ്മുടെ മഴയുമായി മിക്സ് ചെയ്യും, അങ്ങനെ ആസിഡ് റെയിൻ ഉണ്ടാവുന്നു. ആസിഡ് റെയിൻ ഈസ് ഹാർംഫുൾ ഫോർ ദ വാട്ടർ ഇൻ ദ സോയിൽ. ഈ ആസിഡ് റെയിൻ പെയ്താല് മണ്ണിൽ വളരെ മോശമാണ്. കുളങ്ങളിലും വെള്ളത്തിലും മണ്ണിലും ഒക്കെ ഈ ആസിഡ് റെയിൻ പെയ്താല് വളരെ മോശമുള്ള കാര്യമാണ്. പിന്നെന്താ പറഞ്ഞത്? പ്ലാസ്റ്റിക്കിന്റെ കാര്യം നമുക്കറിയാം. when we go to plastic, we get things in it അല്ലെ? we get things in it. പ്ലാസ്റ്റിക് ബാഗ്സിലാണ് നമുക്ക് സാധനങ്ങൾ തരിക. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ when we go to the market, we എന്ത് കൊണ്ടുപോകണം? we bring a cloth. എന്താ കൊണ്ടുപോണ്ടേ? എന്ത് കൊണ്ടുപോകണം? നമ്മൾ കടയിൽ പോകുമ്പോ എന്താ കൊണ്ടുപോകും? ഒരു ഷോപ്പർ അല്ലെങ്കിൽ എന്താ ഒരു തുണിയുടെ സഞ്ചിയൊക്കെ കൊണ്ടുപോകാറില്ലേ? അതെന്തിനു വേണ്ടിയാ? അച്ഛനും അമ്മയും പുറത്ത് പോകുമ്പോൾ കാണാം ഒരു ഷോപ്പർ അല്ലെങ്കിൽ ഒരു തുണി സഞ്ചി എടുത്ത് കയ്യിൽ പിടിക്കും. എന്തുകൊണ്ടാ?
നമുക്കത് പ്ലാസ്റ്റിക്കിനെ അവോയ്ഡ്, അവരെന്താ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട്? നമ്മൾ എന്ത് ചെയ്യും? അവോയ്ഡ് പ്ലാസ്റ്റിക്കിനെ കളയാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ കെമിക്കൽസ് ആൻഡ് റബ്ബിഷ് പൊല്യൂട്ട് ദ ലാൻഡ്. കെമിക്കൽസ് ആൻഡ് റബ്ബിഷ് പൊല്യൂട്ട് ദ ലാൻഡ്. They stay in the soil many years. So we have followed the organic farming. Organic farming means farming without കെമിക്കൽസ് അല്ലെ? കെമിക്കൽസ് ഇല്ലാതെ ഫാമിംഗ് കൃഷി നടത്തുന്നതിന് നമ്മൾ എന്ത് പറയാ? ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയാം. അതായത് ചാണകവെള്ളം അങ്ങനെയുള്ള അടുക്കള വേസ്റ്റ് അതൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കൃഷി നടത്തുക. ആ കൃഷി നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വിള എന്ന് പറയുന്ന അതിൽ നിന്ന് കിട്ടുന്ന ക്രോപ്സ് എന്താ പറയാ? കെമിക്കൽസ് ഇല്ലാത്തതായിരിക്കും അല്ലെ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കെമിക്കൽസിനെ ഒഴിവാക്കുക. എന്ത് ചെയ്യണം? വി ക്യാൻ ഫോളോ ഓർഗാനിക് ഫാമിംഗ് അല്ലെ? ലാസ്റ്റ് വൺ, plants absorb carbon dioxide and help to reduce pollution. Plants carbon dioxide ne absorb ചെയ്യുന്നു, അങ്ങനെ reduce pollution കുറക്കുന്നു. Then plants also cool the earth. Plants എന്ത് ചെയ്യുന്നു? എർത്തിനെ കൂൾ ആക്കുന്നു. So let us grow more trees. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ പ്ലാന്റ്സ് നടണം. Plants absorb carbon dioxide and reduce the pollution. So we എന്ത് ചെയ്യണം? Let us plant more trees അല്ലെ? നമ്മൾ കൂടുതൽ ചെടികളെ നടണം അല്ലെ? ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചെടി വെട്ടിക്കളഞ്ഞാൽ, ഒരു മരം വെട്ടിക്കളഞ്ഞാൽ അതിന് പകരം നമ്മൾ കുറെ ട്രീസ് വെച്ച് പിടിപ്പിക്കുക. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. Who will read the lesson? Yes, Angel, wait. Angel, പറ. കേൾക്കുന്നില്ല മോളെ? കേൾക്കുന്നില്ലല്ലോ ഏഞ്ചലെ, ക്ലിയർ ഇല്ല. എന്തായിരുന്നു? പാഠം വായിക്കാനല്ലേ പറഞ്ഞേ? അതെ അതെ, പാഠം വായിക്കാനല്ലേ പറഞ്ഞു. അതെ അതെ. Angel, please read the lesson. Protect the environment. Yes, miss. Okay. The most pollution bicycle. There are over a billion bicycles in China. During the rush hour, there is a sea of bicycles as people head for work or ride back home. Imagine the terrible fumes and the effect on the environment if all these people drove cars instead of pollution-free bicycles. Polluted air mixes with rain to produce acid rain. Acid rain is harmful for the water in the soil. Ponds and lakes become so acidic that nothing lakes, ponds. Okay, please stop. Please stop.